രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പുസ്തകങ്ങളും മരുന്നുകളും അയച്ചു നൽകി SFIയുടെ വേറിട്ട പ്രതിഷേധം. ഡിപ്രഷനും ട്രോമയും മാറാനാണ് പുസ്തകങ്ങളും മരുന്നും അയച്ചത് എന്നാണ് SFI പറയുന്നത്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് SFIയുടെ വ്യത്യസ്ത പ്രതിഷേധം. ശ്രീജിത്ത് ശ്രീകുമാരന്റെ റിപ്പോർട്ട്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലാണുള്ളത്. ഇവിടെ SFIയുടെ ഒരു വ്യത്യസ്ത പ്രതിഷേധം നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു. ഡിപ്രഷൻ ട്രോമയും കൊണ്ട് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, സിട്രസിനും അതുപോലെ തന്നെ പാരസെറ്റമോളും കഴിച്ചാണ് ഉറങ്ങുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാഹുൽ ഈശ്വറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നത്. എന്നാലും SFIയുടെ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. SFIയുടെ ജില്ലാ സെക്രട്ടറി വിപിനാണ് നമ്മോടൊപ്പം ഉള്ളത്. വിപിൻ, എന്താണ് ഈ പുസ്തകം, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരാൻ കാരണം? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ചില ആളുകൾ ഉൾപ്പെടെ വല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ കാണാനിടയായി. രാഹുൽ മാങ്കൂട്ട അയച്ച് രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആണ് തോന്നുന്നു, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അയച്ച ഓഡിയോയിൽ ഞങ്ങൾക്ക് കേൾക്കാനിടയായത് ഇങ്ങനെയാണ്: ഇത് വലിയ ഡിപ്രഷനിലാണ് ആളിരിക്കുന്നത്, അതേപോലെ തന്നെ ഉറങ്ങാൻ വളരെ സമയം വൈകുകയാണ്, അതേപോലെ തന്നെ പാരസെറ്റാമോളും സിട്രസിനും കഴിച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വെറുതെ ഇരിക്കുകയാണല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് വായിക്കാൻ ഒരു പുസ്തകം, ഓഷോയുടെ സ്ത്രീ എന്ന് പറയുന്ന പുസ്തകമാണ്. സ്ത്രീ എന്ന് പറയുന്ന ഒരു പുസ്തകം എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത്, സ്ത്രീയുടെ മാതൃത്വം, കുടുംബം, വിവാഹം, ജനന നിയന്ത്രണം, സ്ത്രീബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ഓഷോയുടെ കാഴ്ചപ്പാടുള്ള ഒരു പുസ്തകമാണ്. ഇതിനകത്ത് ഈ പുസ്തകത്തിന്റെ പുറകിൽ ഓഷോ തന്നെ എഴുതിയിട്ടുള്ള വാചകമുണ്ട്: പുരുഷന്റെ സ്നേഹം ഏറെക്കുറെ ഒരു ശാരീരിക ആവശ്യമാണ്, സ്ത്രീയുടെ സ്നേഹം അങ്ങനെയല്ല, അവൾ ഒരു പ്രണയം കൊണ്ട് തന്നെ സംതൃപ്തയാണ്, സ്ത്രീ പുരുഷന്റെ ശരീരമല്ല നോക്കുന്നത്, അവന്റെ ആന്തരിക ഗുണങ്ങളെയാണ്, എന്നെ പുരുഷനോ സ്ത്രീയോ ആയി കണ്ടുകൊണ്ട് ശ്രമിക്കരുത്, അവബോധമായി അറിഞ്ഞുകൊണ്ട് കേൾക്കണമെന്ന ഓഷോന്റെ ഒരു വാചകവും ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സ്ത്രീകളെ ബഹുമാനിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം രാഹുൽ മാങ്കൂട്ടം വായിക്കണം. ഈ തെന്നുവിടുന്ന ടാബ്ലറ്റുകൾ രാഹുൽ മാങ്കൂട്ടം ഉപയോഗിച്ചോ. ഈ സിട്രസിനും പാരസെറ്റമോളും ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇത്രയധികം കിട്ടുമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ കിട്ടുമോ ഒരുമിച്ച്? അതിനല്ല, ഒറിജിനലാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇനി പാലക്കാട്ടേക്ക് വരരുത്. ഡിപ്രഷൻ അടിക്കുന്ന സമയത്തെല്ലാം വായിക്കാനുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ SFI ജില്ലാ കമ്മിറ്റി അയച്ചു കൊടുക്കും. ഇനി അതിന് പേരിൽ എത്ര പൈസ ചിലവായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ പിരിവെടുത്തിട്ടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പുസ്തകങ്ങൾ അയച്ചു കൊടുക്കും. അതോടൊപ്പം ഈ തരുന്ന മരുന്നും വെച്ച് സന്തോഷവാനായി അടൂരിലെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് എടുത്തത്. അവരുടെ വീട്ടഡ്രസ്സിലേക്കാണ് അയച്ചു നൽകുന്നത്. വിപിനാണ് സംസാരിച്ചത്, SFIയുടെ ജില്ലാ സെക്രട്ടറി. എന്തായാലും ആ പ്രതിഷേധം വ്യത്യസ്ത പ്രതിഷേധമാണ്. രാജീവ് സുധൈവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായ സമയം മുതൽ SFIയുടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, വേറിട്ട പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ ചെയ്തിരിക്കുന്നത് എന്ത് എന്നതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.